മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഇപ്പോൾ മഹായുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി അനുദിനം കൂടുതൽ ഗുരുതരവും ഭയാനകരവുമായി കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ 12ാം ദിവസത്തിലും US സൈന്യം ഇറാന്റെ വിവിധ പ്രദേശങ്ങളിൽ വൻ വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. മറുവശത്ത് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ ചെങ്കടലിൽ സൗദി അറേബ്യൻ എണ്ണ ടാങ്കറുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. ഇതോടെ സംഘർഷം ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്കും ആഗോള ഊർജ്ജ മാർഗങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. തുടർച്ചയായ 12ാം രാത്രിയിലും അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണമാണ് അമേരിക്ക ഇറാന് നേരെ നടത്തിയത്. ബുധനാഴ്ച തുടർച്ചയായ 12ാം രാത്രിയിലും US സൈന്യം ഇറാനിൽ വ്യോമ മിസൈൽ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ അഴിച്ചുവിട്ടു. തെക്കൻ ഇറാനിലെ സിറിക് മേഖലയിൽ വലിയ സ്ഫോടനങ്ങൾ കേട്ടു. ഇറാന്റെ വിമാനങ്ങൾ, ഹാങ്കറുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക പ്രവർത്തന കേന്ദ്രങ്ങൾ, മറൈൻ ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് CENTCOM അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും ഇറാൻ ഉയർത്തുന്ന ഭീഷണി ഇല്ലാതാക്കുന്നതിനായി ഈ ദൗത്യം തുടരും എന്നാണ് അമേരിക്ക നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും യുദ്ധത്തിന്റെ 12ാം ദിവസം ഇറാനിലെ ഖുസസ്താൻ പ്രവിശ്യയ്ക്കും ഇറാഖിലും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഷാലംചെ അതിർത്തി കോസ്റ്റ് ക്രോസിംഗിലെ പാസഞ്ചർ ടെർമിനലിന് സമീപം US സൈന്യം മിസൈൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതിനു പുറമെ അഹ്വാസ്, റാംഷീർ, അൽഡിമെഷ്ക് നഗരങ്ങൾക്ക് സമീപവും ബോംബാക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ചെങ്കടലിൽ ഒരു പുതിയ യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. സൗദി അറേബ്യക്കെതിരെ ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ലംഘിച്ചതിന് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് അൻസേലിയ, ലല എന്നീ 2 സൗദി എണ്ണ ടാങ്കറുകൾ ഹൂത്തി വിമതർ കത്തിച്ചു കളഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. സൗദി അറേബ്യയിലെ അൽ ഷുഖൈക്കിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെ ഒരു മിസൈൽ ഇടിച്ചതിനെ തുടർന്ന് അൻസലിയ എന്ന ടാങ്കറിൽ വൻ തീപിടുത്തമുണ്ടായി. അതിന്റെ വീഡിയോ വൈറലായി. സഹായം അഭ്യർത്ഥിച്ച് കപ്പൽ VHF വഴി ഒരു ദുരന്ത സിഗ്നൽ അയച്ചു. ഹൂത്തി വിമതരുടെ ഈ ഭീഷണിക്കും ആക്രമണത്തിനും ശേഷം 5ലധികം എണ്ണ ടാങ്കറുകൾ ചെങ്കടലിൽ അവരുടെ റൂട്ട് മാറ്റി സൂയസ് കനാലിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.